ഹലോ കുട്ടികളെ, അപ്പോൾ എല്ലാവരും +1 എക്സാം എഴുതാൻ പോവുകയാണ്. എനിക്കറിയാം ഈ വീഡിയോ നിങ്ങളുടെ കയ്യിലെത്തുമ്പം നിങ്ങൾ ഇംഗ്ലീഷ് എക്സാം എഴുതി കഴിഞ്ഞ് കാണും. അപ്പം നമ്മളുടെ ഈ വർഷത്തെ ടൈം ടേബിൾ എന്ന് പറഞ്ഞാൽ നല്ല ടൈം ടേബിളാണ്. കാരണം എല്ലാ സബ്ജക്റ്റ് പഠിക്കാൻ നിങ്ങൾക്ക് സമയമുണ്ട്. പക്ഷെ നമുക്ക് കെമിസ്ട്രി പഠിക്കാൻ ഡയറക്റ്റ് എക്സാമിൻ്റെ തലേന്ന് ഒരു ദിവസമേ ഉള്ളൂ. പക്ഷേ നമുക്ക് എന്താണ് കെമിസ്ട്രിക്ക് തൊട്ട് മുമ്പ് സെക്കൻഡ് ലാംഗ്വേജാണ്, മലയാളം ഓർ ഹിന്ദി സെക്കൻഡ് ലാംഗ്വേജ് ആണ് എക്സാം വരുന്നത്. അപ്പോൾ നമുക്ക് ആ സെക്കൻഡ് ലാംഗ്വേജിനും ഇംഗ്ലീഷും കഴിഞ്ഞ് ഏകദേശം ഒരു 5 ദിവസം ഗ്യാപ്പ് ഉണ്ട്. ഈ ഗ്യാപ്പിൽ നിങ്ങൾ കെമിസ്ട്രി നന്നായിട്ട് പഠിക്കണം. അപ്പം നമ്മൾക്ക് അതിന് വേണ്ടിയിട്ടുള്ള സ്റ്റഡി ടൈം ടേബിൾ, എനിക്കറിയാം നിങ്ങൾ പഠിക്കും, നിങ്ങൾ നന്നായിട്ട് പഠിക്കുന്ന കുട്ടികളാണ്. പക്ഷേ ഈ ഒരു രീതിയിൽ ഈ സ്റ്റഡി ടൈം ടേബിൾ വെച്ച് നിങ്ങൾ ഫോളോ അപ്പ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഫുൾ മാർക്ക് ഗ്യാരണ്ടിയാണ്. കാരണം കുറേ കുട്ടികൾക്ക് എവിടെ തുടങ്ങണം, എങ്ങനെ പഠിക്കണം എന്നൊരു ഐഡിയ ഇല്ല, എത്ര സമയം പഠിക്കണം. അപ്പം അതിന് വേണ്ടി ഒരു 5 ദിവസം കംപ്ലീറ്റ് കൊടുക്കാം. അത് കഴിഞ്ഞ് സെക്കൻഡ് ലാംഗ്വേജ് എക്സാം കഴിഞ്ഞ് നെക്സ്റ്റ് ഡേ ലീവ് ഉണ്ട്. അത് കഴിഞ്ഞ് നിങ്ങൾക്ക് എന്താണ് കെമിസ്ട്രി എക്സാം. അപ്പോഴുള്ള ടൈം ടേബിൾ ഞാൻ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇൻ ബിറ്റ്വീൻ ഇംഗ്ലീഷും സെക്കൻഡ് ലാംഗ്വേജ് എക്സാമിനുള്ള ഗ്യാപ്പിലും നിങ്ങൾ കെമിസ്ട്രി പഠിക്കണം. അത് കഴിഞ്ഞ് നിങ്ങൾ എന്ത് ചെയ്യണം, കെമിസ്ട്രി പഠിക്കണം. കെമിസ്ട്രി മാത്രം ഇപ്പം പഠിച്ചാൽ മതി, ഇംഗ്ലീഷ് കഴിഞ്ഞ്. കാരണം ബാക്കി എല്ലാ സബ്ജക്റ്റും നിങ്ങൾക്ക് ഇൻ ബിറ്റ്വീൻ എന്തുണ്ട്, ഗ്യാപ്പ് ഉണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് കഴിഞ്ഞ വർഷം +1 ഏറ്റവും ടഫായിട്ട് വന്നൊരു സബ്ജക്റ്റ് കെമിസ്ട്രി ആയിരുന്നു. അത്യാവശ്യം നല്ല രീതിയിൽ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നു. ഈ വർഷം നിങ്ങൾക്ക് മോഡലിന് വലിയ പ്രശ്നമില്ലാതെ വന്നിട്ടുണ്ട്. പക്ഷെ നമ്മൾ മെയിൻ എക്സാമിന് ശ്രദ്ധിക്കണം, കെമിസ്ട്രി നല്ല രീതിയിൽ ചോദിക്കാൻ സാധ്യതയുണ്ട്. ഇനി വേറെ ഏതെങ്കിലുമൊക്കെ സബ്ജക്റ്റ് ടഫ് ആണെങ്കിൽ ഈ ബിറ്റ്വീൻ നിങ്ങൾക്ക് ആഡ് ചെയ്ത് കയറ്റാം. പക്ഷേ കെമിസ്ട്രി മാത്രമാണ് ഈ 5 ദിവസം കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് നാളെ ഇംഗ്ലീഷ് എക്സാം കഴിഞ്ഞ്, അതായത് ഈ വീഡിയോ എത്തുമ്പോൾ ഇന്നായിരിക്കും ഇംഗ്ലീഷ് എക്സാം കഴിഞ്ഞ് നിങ്ങൾ എല്ലാവരും വരുന്നു. രാത്രി ഒരു 9 മണി മുതൽ നിങ്ങൾ പഠിക്കാതിരിക്കണം, ഇരുന്നേ പറ്റൂ കേട്ടോ. 9 മണി മുതൽ ഒരു 10 മണി വരെ എപ്പോഴും ശ്രദ്ധിക്കുക. 1 മണിക്കൂർ നിങ്ങൾ പഠിച്ചാൽ മതി. 1 മണിക്കൂർ കഴിഞ്ഞിട്ട് 10 മിനിറ്റ് ബ്രേക്ക് എടുക്കുക. അപ്പോൾ രാത്രി 9 മണി മുതൽ 10 മണി വരെ നിങ്ങൾ ഫസ്റ്റ് ചാപ്റ്ററിനെ തുടങ്ങിക്കോ. ബേസിക് കോൺസെപ്റ്റ് ഓഫ് കെമിസ്ട്രി. ഓർഡറിലൊന്നും പ്രാധാന്യമില്ല, ഫസ്റ്റിലും തുടങ്ങും. ബേസിക് കോൺസെപ്റ്റ് ഓഫ് കെമിസ്ട്രി പഠിക്കുക. ഒരു 10 മിനിറ്റ് ബ്രേക്ക് എടുക്കുക. 10 മുതൽ 11 മണി വരെ നിങ്ങൾ എന്ത് ചെയ്യുക, 11:30 വരെ. ജസ്റ്റ് ഫസ്റ്റ് ദിവസം കുറച്ച് സമയം കൊടുത്തുള്ളൂ. 11:30 വരെയോ ബേസിക് കോൺസെപ്റ്റ് ഓഫ് കെമിസ്ട്രി പഠിക്കുക, കിടന്നുറങ്ങുക. പക്ഷെ രാവിലെ 4 മണിക്ക് എണീക്കണം. കാരണം എക്സാം ടൈമിൽ 4 മണിക്ക് ഉറക്കം എണീച്ചില്ല എങ്കിൽ പിന്നെ കുറച്ചൊക്കെ നമുക്ക് ഉറക്കമൊക്കെ മാറ്റി വെച്ചാൽ നമുക്ക് മാർക്ക് കിട്ടുള്ളൂ. സോ നിങ്ങൾക്ക് നല്ല ഉറക്കം വന്നാലും 4 മണിക്ക് എണീക്കണം. 5 ദിവസം ഗ്യാപ്പ് അല്ലേ, നമുക്ക് എണീക്കേണ്ട, അങ്ങനെയൊന്നും പറയരുത്. നമ്മൾ കുറച്ച് ഇമ്പോർട്ടൻസ് എക്സാമിന് കൊടുക്കുമ്പോൾ കുറച്ച് ഉറക്കമൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, മാറ്റി വെക്കാം. രാവിലെ 4 മണിക്ക് എഴുന്നേൽക്കുക. 5 മണി വരെ വീണ്ടും ബേസിക് കോൺസെപ്റ്റ് കെമിസ്ട്രി ഒരു 3 സെഷൻ കൊടുത്തിട്ടുണ്ട്, ഇതിൽ തീർക്കുക. എന്നിട്ട് പിന്നെ ഒരു 10 മിനിറ്റ് ബ്രേക്ക് ഒക്കെ എടുത്തിട്ട് വീണ്ടും ഒരു 5:10 മുതൽ 6:10 വരെ കെമിക്കൽ ബോണ്ടിങ് സ്റ്റാർട്ട് ചെയ്യുക. വലിയ ചാപ്റ്റർ ആണ് കെമിക്കൽ ബോണ്ടിങ്. അതിനൊരു 4 സെക്ഷൻ ഞാൻ ഓരോ മണിക്കൂർ കഴിഞ്ഞ് 10 മിനിറ്റ് ബ്രേക്ക് കൊടുത്തിട്ടുണ്ട്. ഒരു 4-5 സെക്ഷൻ ഞാൻ കെമിക്കൽ ബോണ്ടിങ് കൊടുത്തിട്ടുണ്ട്. കെമിക്കൽ ബോണ്ടിങ് പഠിച്ചിട്ട് പിന്നെ ഒരു വലിയ ചാപ്റ്റർ തന്നെ പഠിക്കണം. കാരണം ആദ്യമേ വലിയ ചാപ്റ്റർ തീർക്കണേ. ഓർഗാനിക് കെമിസ്ട്രിയിൽ കയറിക്കോ. അതും 9:10 മുതൽ 10:10 വരെ 10:20 മുതൽ 11:20 വരെ വീണ്ടും 10 മിനിറ്റ് ബ്രേക്ക്. ഓരോ സമയം കഴിഞ്ഞ് നിങ്ങൾ 10 മിനിറ്റ് ബ്രേക്ക് എടുത്ത് 1 അവർ വെച്ച് എന്ത് ചെയ്യുക, നിങ്ങൾ പഠിച്ചോളുക. ഒരു 1 മണി മുതൽ 3 മണി വരെ ലഞ്ച് ബ്രേക്കാണ്. ഫുഡൊക്കെ അടിച്ച് വേണമെങ്കിൽ അരമണിക്കൂറൊക്കെ കിടന്ന് ഉറങ്ങി കുളിച്ച് റെഡി ആയിട്ടൊക്കെ നിങ്ങൾക്കൊരു 2 മണിക്കൂർ ബ്രേക്ക് എടുത്തിട്ട് പിന്നെ ഒരു 3 മണിക്ക് വീണ്ടും പഠിക്കാൻ വരിക. ഓർഗാനിക് കെമിസ്ട്രി കണ്ടിന്യൂ ചെയ്യുക. 4 സെഷൻ എടുത്തിട്ടുണ്ട് ഓർഗാനിക് കെമിസ്ട്രി. കുറച്ച് പഠിക്കാനുണ്ടല്ലോടാ. അപ്പോൾ ഇത്രയും വെച്ച് എന്ത് ചെയ്യുക, ഓർഗാനിക് കെമിസ്ട്രി പഠിച്ച് തീർത്തതിന് ശേഷം ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെന്റ് സ്റ്റാർട്ട് ചെയ്യുക. ഓർഡർ നിങ്ങൾക്ക് വേണമെങ്കിൽ മാറ്റാം, പ്രശ്നമില്ല. പക്ഷെ ഞാനൊരു പർട്ടിക്കുലർ ടഫും ഈസിയും മിക്സ് ചെയ്തൊരു ഓർഡർ ഇട്ടേ ഉള്ളൂ. നിങ്ങൾക്ക് മാറ്റാൻ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇതാണ് ഏതിൻ്റെ നമ്മൾ 6-ാം തീയതിയിലേക്കുള്ള ടൈം ടേബിൾ എന്ന് പറഞ്ഞാൽ. അത് കഴിഞ്ഞ് കണ്ടിന്യൂസ് പഠിക്കണം കേട്ടോ. നിങ്ങൾ കാണുമ്പോൾ അയ്യോ ഇത്രയും പഠിക്കണോ, ഇത്രയും പഠിക്കുന്ന കുട്ടികൾക്ക് മാർക്ക് കിട്ടും. എക്സാം അല്ലേ, ഈ ഒരു മാസം പഠിച്ചാൽ പോരെ, പഠിക്കണേ കേട്ടോ. കറക്റ്റ് ടൈം എപ്പം പഠിക്കണം. ഇൻ ബിറ്റ്വീൻ 10 മിനിറ്റ് എല്ലാം നിങ്ങൾക്ക് ഞാൻ എന്തെടുത്തിട്ടുണ്ട്, ബ്രേക്ക് എടുത്തിട്ടുണ്ട്. ഓക്കെ, 6:30 മുതൽ 7:00 വരെ നിങ്ങൾ പഠിക്കാം. ഓക്കെ, അത് കഴിഞ്ഞ് ഒരു 8:30 മുതൽ 9:00 വരെ നിങ്ങൾക്ക് ഡിന്നറൊക്കെ നിറയും. സത്യം പറഞ്ഞാൽ 7:30-ക്കും 9:00-നും ഇടയിൽ ഒരു 1.5 മണിക്കൂർ ഡിന്നർ ഗ്യാപ്പ് ഇട്ടിട്ടുണ്ട്. റെസ്റ്റ് എടുത്തോ. അത് കഴിഞ്ഞ് 9-10 മണി വരെ വീണ്ടും റിവിഷൻ. ഈ ഒരു സംഭവം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം റിവിഷൻ ഇല്ലെങ്കിൽ നമുക്ക് ഒന്നും നടക്കില്ല. പ്രോപ്പർ റിവിഷൻ നിങ്ങൾ ചെയ്തിരിക്കണം. ആദ്യം പഠിച്ചിരിക്കുന്ന ചാപ്റ്ററൊക്കെ വീണ്ടും റിവൈസ് ചെയ്യണം. അങ്ങനെ 6-ാം തീയതി കഴിഞ്ഞ് 7-ാം തീയതി അതേപോലെ ഒരു 11 മണിയൊക്കെ ആകുമ്പോൾ കിടന്നുറങ്ങി രാവിലെ 4 മണിക്ക് കഴിക്കുക. തെർമോഡൈനാമിക്സ് ഒരു 4 സെക്ഷൻ കൊടുത്തിട്ടുണ്ട്. അതായത് ടൈം ഞാൻ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ടൈം നോക്കി എന്ത് ചെയ്യുക, നിങ്ങൾ പ്രോപ്പറായിട്ട് ഓരോ ചാപ്റ്ററിനും ഞാൻ ടൈം സ്ലോട്ട് അലോട്ട് ചെയ്തിട്ടുണ്ട്. ഈ ടൈം സ്ലോട്ട് വെച്ച് നിങ്ങൾ എന്ത് ചെയ്യുക, പ്രോപ്പറായിട്ട് പഠിക്കാം. ഞാൻ ഇപ്പോൾ രാത്രി ഒരു 1.5 മണിക്കൂർ ഈ 6:30 to 7:00 എന്നൊന്നും പറയണ്ടത്. ഈ ഇക്വിലിബ്രിയം തീർത്തിട്ട് ഞാൻ കിടന്നുറങ്ങാം കേട്ടോ. ഇവിടെ ഒരു ഗ്യാപ്പ് വന്നിട്ടുണ്ട് ടൈം സ്ലോട്ടിൽ. ഒരു 7:30 to 9 മണി വരെ നിങ്ങൾക്ക് ഫ്രീ ആണ്. ശരി, ഫുഡൊക്കെ കഴിച്ചിട്ട് നിങ്ങൾ റെസ്റ്റ് എടുത്തോ, അതിന് വേണ്ടിയാണ്. ഓക്കെ, എന്നിട്ട് പിന്നെ ഇരുന്ന് പഠിച്ച് എപ്പോഴും രാത്രി കിടക്കുന്നതിന് മുമ്പ് ഒന്ന് റിവൈസ് ചെയ്തിട്ടേ കിടക്കാവേ കേട്ടോ. പിന്നെ 8-ാം തീയതിയിലേക്കുള്ള ടൈം ടേബിള്. ദെൻ എന്താണ് 9-ാം തീയതി. 8-ാം തീയതി ആകുമ്പോൾ ഓൾമോസ്റ്റ് എല്ലാ ചാപ്റ്ററും ഞാൻ തീർത്തിട്ടുണ്ട്. 9-ാം തീയതി നിങ്ങൾ വീണ്ടും പഠിച്ച ചാപ്റ്റേഴ്സൊക്കെ എന്ത് ചെയ്യോടാ, റിവൈസ് ചെയ്യും.
ഓക്കെ, 9-ാം തീയതി എല്ലാ ചാപ്റ്ററും റിവൈസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് 10-ാം തീയതി പഠിക്കാൻ പറ്റില്ല. കാരണം 11-ാം തീയതിയാണ് നിങ്ങൾക്ക് സെക്കൻഡ് ലാംഗ്വേജ് എക്സാം വരുന്നത്. അപ്പോൾ 10-ാം തീയതി ഫുള്ള് നിങ്ങൾ എന്ത് ചെയ്യുക, സെക്കൻഡ് ലാംഗ്വേജ് പഠിക്കുക. 11-ാം തീയതി രാവിലെ സെക്കൻഡ് ലാംഗ്വേജ് പഠിച്ച് സെക്കൻഡ് ലാംഗ്വേജ് നിങ്ങൾ എഴുതുന്നു, എക്സാം എഴുതുന്നു. സെക്കൻഡ് ലാംഗ്വേജ് എക്സാം എഴുതി കഴിഞ്ഞ് 11-ാം തീയതി വരണം. പിന്നെ ടൈറ്റാ, കാരണം 13-ാം തീയതി എക്സാം. 11-ാം തീയതിയുടെ ടൈം ടേബിൾ വീണ്ടും 1 നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. കാരണം ഇൻ ബിറ്റ്വീൻ ഗ്യാപ്പിൽ ഞാൻ കെമിസ്ട്രി ഫുൾ പഠിച്ച് റിവിഷനും കഴിഞ്ഞു, വീണ്ടും പഠിക്കുകയാണ് 11-ാം തീയതി. ഇതാ ടൈം ടേബിൾ. അത് പക്ഷെ നേരത്തെ ഞാൻ 3-4 മണിക്കൂർ കൊടുത്താൽ ഇവിടെ കുറയ്ക്കും. ഓരോ ടൈം സ്ലോട്ട് ഇട്ട് 11-ാം തീയതി വൈകുന്നേരം 7 മണി മുതൽ പഠിക്കാതിരിക്കണം, വേറെ നിവൃത്തിയില്ല, പഠിച്ചോണം. ടൈം സ്ലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. 12-ാം തീയതി ഫുൾ ടൈം സ്ലോട്ട്. 12-ാം തീയതി വൈകുന്നേരം ആകുമ്പോൾ വീണ്ടും ഫുൾ ചാപ്റ്റർ നിങ്ങൾ പഠിച്ചു കഴിയും. ഓരോ ചാപ്റ്ററും കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് 13-ാം തീയതി രാവിലെ 4 മണി മുതൽ ഒരു 10 മണി വരെ പഠിക്കുക. കാരണം 10 മണിക്ക് സ്കൂളിൽ പോകും. ഉച്ചയ്ക്ക് ശേഷം എക്സാം എന്ന് പറഞ്ഞത് 10 മണി വരെ പഠിച്ചാൽ മതി. രാവിലെ എല്ലാത്തിനും ഞാൻ റിവിഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പൊ വീണ്ടും നിങ്ങൾക്ക് ഈ ചാപ്റ്റേഴ്സ് പഠിക്കാനും പറ്റും, പ്രോപ്പർ റിവിഷനും കിട്ടും. ഇതിൽ അറൗണ്ട് ഒരു 3 പ്രാവശ്യം ചാപ്റ്റേഴ്സിന് റിവിഷൻ വരും. ഒരു ചാപ്റ്റർ മൾട്ടിപ്പിൾ ടൈംസ് പഠിക്കാൻ പറ്റും നിങ്ങൾക്ക്. ഈ റിവിഷൻ നിങ്ങൾ ചെയ്യേണ്ടത് PYQ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ വൈസ് വേണം നിങ്ങൾ എന്താ റിവൈസ് ചെയ്യാൻ വേണ്ടി. അപ്പൊ കംപ്ലീറ്റ് നിങ്ങൾക്ക് എളുപ്പത്തിന് വേണ്ടി ഒരു PDF പോലെ ആക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ PDF ആണെങ്കിൽ പ്രിന്റ് എടുത്ത് വെച്ചാൽ വളരെ എളുപ്പമാണ്. നിങ്ങൾ ടിക്കറ്റ് പോവാം. ഈ PDF നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നമ്മളെ വീഡിയോക്ക് താഴെ PDF എന്ന് കമന്റ് ചെയ്താൽ മതി, ഞാൻ ലിങ്ക് ഇട്ടുതരാം. നിങ്ങൾ PDF ഡൗൺലോഡ് ചെയ്താൽ മതി കേട്ടോ. അപ്പൊ ഈ ഒരു രീതിയിൽ നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ യു വിൽ ഗെറ്റ് ദ ഫുൾ മാർക്ക്, ഗ്യാരണ്ടിയാ. ഇവിടെ വേറെ നിങ്ങൾക്ക് ടെൻഷൻ ഇല്ല. ഇടയ്ക്കിടയ്ക്ക് 1 മണിക്കൂറൊക്കെ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റിയില്ലെന്ന് വരും. ചിലപ്പോൾ ഈ ഒരു സെക്ഷൻ കംപ്ലീറ്റ് ഫോളോ അപ്പ് ചെയ്യാൻ പറ്റിയില്ലെന്ന് വരും. എന്നാലും ഒരു അച്ചടക്കത്തോടെ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും, ഫുൾ മാർക്ക് വാങ്ങിക്കാൻ പറ്റും. ഈ ഒരു സ്റ്റഡി ഇതിനേക്കാൾ അപ്പുറം ഒരു ബെറ്റർ സ്റ്റഡി ടൈം ടേബിൾ നിങ്ങൾ ജന്മത്ത് നിങ്ങൾക്ക് കിട്ടത്തില്ല. ഇത് ഫോളോ അപ്പ് ചെയ്യുക. ഇതിന്റെ റിസൾട്ട് ഇത് പ്രീവിയസ് ബാച്ചിലെ കുട്ടികൾ ഇത് ഫോളോ അപ്പ് ചെയ്ത് അതിന്റെ റിസൾട്ട് അവർക്ക് കിട്ടിയിട്ടുണ്ട്. നിങ്ങളും ഇത് ഫോളോ ചെയ്യുക, ഈ സ്റ്റഡി ടൈം ടേബിൾ ഫോളോ ചെയ്യുക, ഫുൾ മാർക്ക് വാങ്ങിക്കുക. പിന്നെ ഒരു കാര്യം കൂടെ പറഞ്ഞേക്കട്ടെ, കുറച്ച് കുട്ടികളുണ്ട് അവർക്ക് ഈ ഫുൾ മാർക്കൊന്നും വേണ്ട, ഡബിൾ പാസ് ആയാൽ മതി, അത്യാവശ്യം ജയിച്ചാൽ മതി എന്നുള്ള കുറച്ച് കുട്ടികളുണ്ട്. അവർക്ക് വേണ്ടി ഒരു കാര്യം, നിങ്ങൾക്ക് അതിന് വേണ്ടിയിട്ടുള്ള സ്റ്റഡി നോട്ട് വല്ലതും വേണമെങ്കിൽ, എൻ്റെ നോട്ടിൽ എനിക്കൊരു നോട്ടൊക്കെ ഷെയർ ആയി വന്നിട്ടുണ്ട്, ആ നോട്ട് ഞാൻ വേണമെങ്കിൽ അയച്ചു തരാം. ഡബിൾ പാസ് ആർക്കെങ്കിലുമൊക്കെ വേണമെങ്കിൽ അതിൻ്റെ നോട്ട്സ് വല്ലതും വേണമെങ്കിൽ കമൻറ്റിൽ ഡബിൾ പാസ് നോട്ടൊന്ന് ഇട്ടാൽ കമൻറ്റ് ചെയ്താൽ ഞാൻ അവർക്ക് ലിങ്ക് അയച്ചു തരാം കേട്ടോ. അത് നിങ്ങൾ ഡബിൾ പാസിൻ്റെ നോട്ട് വേണമെങ്കിൽ ഡൗൺലോഡ് ചെയ്ത്, ചില കുട്ടികളിൽ നോട്ട് കാണത്തില്ല. ഫുൾ മാർക്കുള്ള പിള്ളേർ പഠിക്കുന്ന കുട്ടികൾ അവരിൽ ഓൾറെഡി നോട്ടൊക്കെ കാണും, അത് വെച്ച് നിങ്ങൾ പഠിച്ചോ. ഡബിൾ പാസിൻ്റെ കുട്ടികൾക്ക് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആർക്കെങ്കിലും വേണമെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ എന്ത് ചെയ്യാം റിപ്ലൈയിൽ ലിങ്ക് ഇട്ട് തരാൻ ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടി. ഇതും നിങ്ങൾക്ക് ഇതിൻ്റെ PDF വേണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യാം, ലിങ്ക് നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ ലിങ്ക് ഇട്ട് തരാം, അത് നിങ്ങൾ ഡൗൺലോഡ് ചെയ്താൽ മതി കേട്ടോ. ഓക്കെ, അപ്പോൾ എല്ലാവരും ടൈം ടേബിൾ ഫോളോ അപ്പ് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. ഗെറ്റ് ഫുൾ മാർക്ക്. ഓക്കെ, ഫുൾ മാർക്ക് വാങ്ങിക്കുക. അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്.